ഹൃദയം അങ്ങനെ ഏതെങ്കിലും അസ്വസ്ഥ അല്ലെങ്കിൽ പല ചിന്തകളാലും പല ഹൃദയത്തിൽ ഒരുപാട് കരടുകൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രൈസ്തലോൺ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവിക സമാധാനം നിങ്ങളുടെ ഏവരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നമ്മുടെ ചിന്തിക്കാൻ പോകുന്നത് സങ്കീർത്തനം 120 സങ്കീർത്തനം 120 നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ സങ്കീർത്തനം 120 ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആ വചനം നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. യഹോവയെ വ്യാജമുള്ള അധരങ്ങളിൽ നിന്നും വഞ്ചനയുള്ള നാവുകളിൽ നിന്നും എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. തന്നെ രക്ഷിക്കണമേ എന്നല്ല അതായത് തന്നെ രക്ഷിക്കണമേ എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പ്രാണൻ? മനുഷ്യന് 3 തിരിച്ചിട്ടുണ്ട്. എങ്ങനെ? ദേഹം, ദേഹി, ആത്മാവ് 3 തിരിച്ചിരിക്കുന്നു. അതിൽ ദേഹിയാണ് പ്രാണൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ദേഹി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, അതിനെയാണ് ഇവിടെ പ്രാണൻ അഥവാ ദേഹി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് സോൾ എന്ന വാക്കും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാണൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം എന്ന് പറയുമ്പോൾ സോൾ എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയ ഈ ഒരു ഭാഗം, സങ്കീർത്തനം 120 എഴുതിയ വ്യക്തി പറയാണ്, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന്. തന്നെ രക്ഷിക്കണമേ, തന്നെ ശത്രുഭയത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കണമേ എന്ന്. എന്താ അവിടെ ഈ വ്യക്തി ഇങ്ങനെ പറയാനുള്ള കാരണം? കർത്താവിൻ്റെ വചനം പറയുന്നു, സകലത്തിൽ നിന്നും നിൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നാണല്ലോ. ഒരു മനുഷ്യന് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് നാവിലേക്ക് പ്രകടമായിട്ട് മറ്റ് മനുഷ്യർ കേൾക്കുന്ന തരത്തിലേക്ക് അത് രൂപപ്പെട്ടു വരുന്നു. അപ്പോൾ ഹൃദയം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു വന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു വരും. മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത്, ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, സോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിന് അത്രയും പ്രാധാന്യതയുണ്ട്. അപ്പോൾ ഈ വ്യക്തി ആയിരിക്കുന്ന സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിൽ നിന്നും, ഉദാഹരണം അതിൻ്റെ അടുത്ത 6ാമത്തെ വാക്യം പറയുന്നുണ്ട്, സമാധാന ദോഷിയോട് കൂടെ പാർക്കുന്നത് എനിക്ക് മതിയായി, ഞാൻ സമാധാനപ്രിയനാകും. അപ്പോൾ ഹൃദയത്തെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നാം കാണുന്നതും നാം കേൾക്കുന്നതും നാം സംസാരിക്കുന്നതും ആയുള്ള എന്ത് മേഖലയാണെങ്കിലും എന്ത് വാക്കാണെങ്കിലും അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ സയൻസ് പറയുന്നത് ഭൂമിയിൽ ഒരു ഏകദേശം കണക്കാണ് അവർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രോഗമുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഹൃദയത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരീകമായുള്ള ഹൃദയത്തിൻ്റെ രോഗത്തെക്കുറിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, മാനസികമായുള്ള പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സങ്കീർത്തനക്കാരൻ ഇവിടെ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അപ്പം നാം എന്താണോ കേൾക്കുന്നത്, എന്താണോ സംസാരിക്കുന്നത്, എന്താണോ പറയുന്നത്, അതിനൊക്കെ വളരെ വിലയുണ്ടെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ട് നാം ഇപ്പോൾ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമ്പോൾ ആ ഫ്രണ്ട്സ് നല്ലൊരു കൂട്ടുകെട്ടാണെങ്കിൽ, അതായത് ദൈവഹിതപ്രകാരമുള്ള ഒരു കൂട്ടുകെട്ടാണെങ്കിൽ മാത്രമേ ആ ഒരു കൂട്ടത്തിൽ നാം ജോയിൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അതുതന്നെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. കാരണം ആ അവിശ്വാസികൾ പറയുന്ന ഏതൊരു വാക്കായിക്കോട്ടെ, ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, അത് നിൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കും. ഉദാഹരണത്തിന് ഒരു സിനിമ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീട്ടിൽ സീരിയൽ കാണുകയാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് വളരെ സ്പഷ്ടമാണ്. ഹല്ലേലൂയ. അതുമൂലം അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതേപോലെ ഹൃദയത്തിൽ ഒരുപാട് മുറിവുകളുള്ളതും വേണ്ടാത്ത കാര്യങ്ങൾ കേട്ടും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആദ്യം നഷ്ടപ്പെടുക സമാധാനമായിരിക്കും. ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു പരിധി വരെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കില്ല. ചില വ്യക്തികൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളിലൂടെ പോയിട്ട് ദൈവമായി കണക്റ്റ് ആവാൻ വേണ്ടി ഒത്തിരി ഭാരപ്പെടുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിനോടാണ്. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ആ ശുദ്ധമാക്കുവാൻ കർത്താവ് ഒരുക്കമാണ്.
ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഹൃദയം അങ്ങനെ ഏതെങ്കിലും അസ്വസ്ഥ അല്ലെങ്കിൽ പല ചിന്തകളാലും പല ഹൃദയത്തിൽ ഒരുപാട് കരടുകൾ വീണിട്ടാണ് ആരെങ്കിലും ഇത് കേൾക്കുന്നതെങ്കിൽ ഇന്ന് കർത്താവിന് നിങ്ങളെ ആ മേഖലയിൽ നിന്ന് വിടുവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കുവാൻ കർത്താവ് ഒരുക്കുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.